മതിയടേ ചിക്കനും മീനും ബീഫും ഒക്കെ തിന്നത്. ഡേയ് എന്തോന്നടേ ഇത്? ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ പിന്നെ പോ. ഹലോ ഗൈസ്, അപ്പോൾ പറയാൻ വന്നത് വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തേക്കുന്നതല്ല തന്നെ. അപ്പം എന്നെ കൊണ്ടോ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, പാർട്ട് ടൈമായിട്ട് ചെറിയ യൂട്യൂബ്, അതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങളെല്ലാം ആയിട്ട് വീഡിയോസ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഞാനൊക്കെ പണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു, പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യത്തില്ല. ഇപ്പോഴാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുകയൊന്നുമില്ല. എനിക്ക് തോന്നുന്ന പോലൊക്കെയാണ് ചെയ്തത്. എൻ്റെ വീഡിയോ വൈറലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതേപോലെ ജോലിക്ക് പോയി പൈസ സെറ്റാക്കി ഒരാഗ്രഹമുണ്ട്, അത് സെറ്റ് ചെയ്യണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്ലാൻ. നാളെ ചത്തുപോകോ ഇല്ലയോ എന്ന് അറിയില്ല, അത് ഞാനാണേലും നിങ്ങളാണേലും. പക്ഷേ എന്നും പറഞ്ഞ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക, അത് തന്നെ. അതായത് നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും അതേപോലെ പണി കിട്ടിയതാണ്. പിന്നെ പ്രായമെന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അത്ര പ്രായമുണ്ട്. പക്ഷേ എൻ്റെ മുഖത്തിനും പിന്നെ ഈ ഒരു സംസാരത്തിനുമൊക്കെ പ്രായം ആവുന്നത്. പക്ഷെ മനസ്സിന് പ്രായം ആവത്തില്ല, പക്ഷെ നമ്മുടെ ശരീരത്തിന് പ്രായമാകും കേട്ടോ. ഇത്രയും പ്രായമായി. ഇതിൻ്റെ ഇടയിൽ വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. പക്ഷെ അന്ന് നാളെ ആട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിരുന്നിട്ട് പണി പാളിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത്, പ്രായപരിധി ഇല്ലാതെ കാശുണ്ടാക്കാൻ പറ്റിയ, കാശെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം കാശുണ്ടാക്കാൻ പറ്റുന്നൊരു വഴിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. കുറേ നായിൻ്റെ മക്കൾ യൂട്യൂബേഴ്സായിട്ട് കുറേ അവന്മാരുണ്ട്. അവന്മാർ ഒന്നും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. ഇവന്മാർ പണ്ട് ഞാൻ കുറേ അവന്മാരുടെ വീഡിയോസ് ഞാൻ കണ്ടതാണ്, പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്നൊന്നും വലിയ പേയ്മെൻറ്റ് കിട്ടത്തില്ലെന്ന്. അല്ലേ ഇതിൻ്റെ പുറകെ വീഡിയോ എടുക്കാൻ നടക്കണം, ചുമ്മാതാണ്. നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി നിർത്തി വീട്ടിൽ വന്നിരുന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളിടുക. മറ്റുള്ളവന്മാരെ പോലെ മറ്റേ ബാത്റൂമിൽ കയറിയിട്ട് സ്ഥാപിക്കാൻ പോകുമ്പോഴും വീഡിയോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള വീഡിയോസ് ചെയ്ത് സെറ്റാകും. എന്നെ കൊണ്ടോ സാധിക്കുന്നില്ല, അപ്പം നിങ്ങൾക്കെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാമെന്ന് കേട്ടോ. ഇത് മറ്റേ ലോട്ടറി എടുക്കുന്നതിനെക്കാട്ടി സെറ്റപ്പ് സാധനമാണ്. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇതേപോലെ ചെറിയ വീഡിയോസുകളൊക്കെ ഇടുന്നേ. അതേപോലെ ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ ഇതേപോലെ ഞാനൊക്കെ ചെയ്യുന്ന പോലെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കരുത്. അതായത് നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ അവരൊക്കെ എന്ത് വിചാരിക്കുക, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചോട്ടെ. അവൻ്റെ ഒന്നും ചിലവിനല്ലല്ലോ നമ്മൾ കിടക്കുന്നത്. അപ്പം എനിക്കിതേ പറയാനുള്ളൂ, നമ്മൾ ഈ പ്രായവരെ കിളവന്മാരോ അല്ല പൊടിപ്പിള്ളേർ വരെ ഇഷ്ടം പോലെ കാശുണ്ടാകും. അപ്പം നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് സാധിച്ചുകൂടാ? ഈ ഒരു സമയത്ത് നമുക്ക് ജനിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമെന്ന് വിചാരിക്കണം. ഇത് അപ്പോൾ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ്, പറയാൻ വന്നതെല്ലാം മറന്നുപോയി. ഒരു ബേട്ടാവളിയൻ എൻ്റെ പുറകെ കിടന്ന് ഇവിടെ വാടി കാരത്തിൽ കേട്ടിട്ട് ആമ്പൂച്ചയാണ്. അപ്പോൾ ഇവൻ തന്തയില്ല കഴിവുറ മോനെ, തന്തയുണ്ട്, പക്ഷെ ഞാൻ ഇവനെ തന്തയില്ല കഴിവുറ മോനെ വിളിക്കും. ഇതൊരു എന്തോ മണമെന്നറിയാം. കഴിഞ്ഞ ദിവസമല്ല, ഈ വീഡിയോ ഇടുമ്പോൾ കഴിഞ്ഞ ദിവസമായി. ഇന്ന് തന്നെ ഞാൻ രണ്ടാമത്തെ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് പിടിച്ച് കുളിപ്പിച്ചായിരുന്നു, ഷാമ്പു ഇട്ട്. ആ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. എന്തോ സുഖം. ചിക്കന്, ബീഫ്, പാല് ഞാൻ കൊണ്ടുവന്നില്ല, ഇവിടെ വേറെ ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കും. നോക്ക്
കഴിവേറി നോക്കൂ എന്നെ അങ്ങ് നോക്കുവോ? നിന്റെ ആരാ ഞാൻ? നിന്റെ അപ്പനാണോ ഞാൻ? അല്ലല്ലോ. നിന്റെ അപ്പൻ ഏതാ? ശരി ഗൈസ്, അപ്പം ഇത് വേറെ ആരും പറയത്തില്ല, എന്നെപ്പോലുള്ള കുറച്ച് പേരൊക്കെ പറയുള്ളൂ. നിങ്ങൾ പറ്റുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യുക കേട്ടോ. എന്തായാലും നിങ്ങൾ രക്ഷപ്പെടും, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഉറപ്പുണ്ട്. ഓക്കെ. ഈ കഴിവേറിയ എന്താ ചെയ്യാനാ? തലയ്ക്കൊരു ഞെക്ക് കൊടുത്താൽ എപ്പോഴും ചത്തുപോകും. ഇവിടെ വാ. മായക്കണ്ണൻ പേരാ, മായക്കണ്ണൻ. എൻ്റെ പേര് മായക്കണ്ണൻ എന്നാ. എൻ്റെ പേര് മായക്കണ്ണൻ. എൻ്റെ കണ്ണും. ഹലോ ഗായ്സ്, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അതിന് എൻ്റെ വീഡിയോ ആര് കാണാനാ? ബംഗാളികളോ വേറെ ഏതൊക്കെ നാട്ടുകാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. മലയാളികളായിട്ടൊന്നും ഒരുത്തനും കാണുന്നില്ല. അതായത് ലൈക്കും കിട്ടുന്നില്ല, അതല്ലേ കമൻറ്റും കിട്ടുന്നില്ല. അപ്പം പൂര ആത്മിക്കോ ഹിന്ദി എന്താ പറയാനാ, വീഡിയോ ഇതായി കേട്ടോ, സ്പേസ് ഇല്ല.